സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമന്നാരായണീയത്തിൽ ഇന്ന് 4-ാമത്തെ ദശകത്തിൽ 13, 14, 15 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ഇവിടെ ധാരണ, പ്രത്യാഹാരം തുടങ്ങിയിട്ടുള്ള യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഭഗവാനെ ഉപാസിച്ച് ബ്രഹ്മപദം പോകിയ യോഗീശ്വരന്മാർ വീണ്ടും അവർ ആ പ്രാകൃതപ്രളയത്തിന് മുമ്പ് അവർ ആ ബ്രാഹ്മകൽപ്പത്തിൽ പരമപദത്തെ എത്തിച്ചേരുന്നു. അതേപോലെ ഈ ഭക്തന്മാർ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുന്നു എന്നിങ്ങനെ അവരുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം മേൽപ്പത്തൂര് അങ്ങനെ ഗുരുവായൂരപ്പ ഇതുപോലെ അവിടുത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ, യോഗികളെ എത്രയെത്ര പുണ്യാത്മാക്കളെയാണ് അവിടുന്ന് അനുഗ്രഹിക്കുന്നത്, അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം. അതേപോലെ അടിയനെയും അടിയൻ്റെ അഭീഷ്ടങ്ങൾ സാധിപ്പിച്ചെന്ന് അനുഗ്രഹിക്കണേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര വാതവ പദേ ദദാതസ്വസൻ പ്രാകൃതപ്രളയ ഏതി മുക്തതം സ്വേച്ഛയാ ഖലു പുരാമിമുച്യത്തെ സംവിഭിന്ദ്യ ജഗദണ്ഡമോജസ. ഇവിടെ നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ ഓരോ യോഗാനുഷ്ഠാനങ്ങളെക്കൊണ്ട്, പ്രത്യേകിച്ച് ധ്യാനയോഗം, ധാരണ, പ്രത്യാഹാരം എന്നിങ്ങനെയുള്ള ഉപാധികളെക്കൊണ്ട്, യോഗാനുഷ്ഠാനങ്ങളെക്കൊണ്ട് ഉപാസിച്ച് ഒരു ഭക്തൻ, ഒരു യോഗി ബ്രഹ്മപദത്തെ പ്രാപിക്കണു എന്നിങ്ങനെ വിവരിക്കുകയുണ്ടായി. ഇവിടെ ഈ ശ്ലോകത്തിൽ അങ്ങനെ ബ്രഹ്മപദത്തിലെത്തിയ യോഗി പ്രളയത്തിൽ അതല്ലെങ്കിൽ ബ്രാഹ്മകൽപ്പത്തിൽ മോക്ഷം പ്രാപിക്കണു. ഒരുപക്ഷെ ഈ ബ്രഹ്മപ്രളയത്തിന് മുമ്പ് തന്നെ തൻ്റെ ആ യോഗബലം കൊണ്ട് തന്നെ മോക്ഷം പ്രാപിക്കണു എന്നിങ്ങനെ ഇവിടെ ഒരു ഭക്തൻ്റെ, ഒരു യോഗിയുടെ അവസ്ഥയെക്കുറിച്ച് പറയണം. പിന്നീട് ഈ യോഗീശ്വരന്മാർ വീണ്ടും പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കണത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. തസ്യ ക്ഷിതിപയോ മഹോനിലദ്യോമഹൽ പ്രകൃതി സപ്തകാവൃതീഃ തത്വധാത്മകതയാ വിശൻ സുഖീ യാതിതേ പദമനാവൃതം വിഭോ. അല്ലേ ഗുരുവായൂരപ്പ, ഈ യോഗികൾ ഇങ്ങനെ അവിടുത്തെ പദാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന യോഗികൾ ബ്രഹ്മപദത്തെ പ്രാപിച്ചതിന് ശേഷം അങ്ങനെ ആ യോഗികൾ, ഭക്തന്മാർ പൃഥിവി, ജലം, തേജസ്, വായു, ആകാശം, മഹത്വത്വം, മായ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള 7 ആവരണങ്ങളെ സൂക്ഷ്മ ശരീരത്തോടുകൂടി പ്രവേശിച്ചിട്ട് പരമാനന്ദം അനുഭവിക്കണു. അങ്ങനെ പരമാനന്ദം അനുഭവിച്ചതിന് ശേഷം ഗുരുവായൂരപ്പ ഈ യോഗീശ്വരന്മാർ, ഈ ഭക്തന്മാർ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുകയും ചെയ്യണു എന്നിങ്ങനെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പറഞ്ഞ്, എന്നിട്ട് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ്, അവിടുന്ന് അടിയനെയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ അർച്ചിരാദിഗതിമീദൃശിം വ്രജൻ വിച്യുതിന്ന ഭജതേ ജഗൽപദേ സച്ചിദാത്മക ഭവൽ ഗുരുനാദയാച്ചരന്തമനിലേശപാഹിമം. അല്ലേ ഗുരുവായൂരപ്പ, ഇപ്രകാരം തേജോലോകയെ പ്രാപിക്കുന്ന, ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്ന, അവിടത്തെ ആശ്രയിക്കുന്ന ഈ യോഗീശ്വരന്മാർ, അവർക്ക് വീണ്ടും ഒരു പുനരാവർത്തി ഉണ്ടാവണില്ല. എന്ന് വെച്ചാൽ മോക്ഷം ആണ് കിട്ടണത് എന്ന് ഇവിടെ സൂചിപ്പിക്കണു. എന്നിട്ടിതാ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണു. ശ്രവണം, കീർത്തനം തുടങ്ങി ആ ഉപാസനകളെ കൊണ്ട്
അവിടുത്തെ പാതാരവിന്ദങ്ങളെ പ്രേമ ഭക്തിയോടുകൂടി ഉപാസിക്കണ അടിയനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. പ്രഹ്ലാദസ്തുതിയിൽ നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിൽ ശ്രവണം, കീർത്തനം, മനനം തുടങ്ങിയിട്ടുള്ള ആ ഉപാധികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉപാസനാമാർഗങ്ങളെക്കുറിച്ച് നവവിധ ഭക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ ശ്രവണം, കീർത്തനം, സ്മരണം അല്ലെങ്കിൽ മനനം തുടങ്ങിയ ആ ഉപാസനാമാർഗങ്ങളിൽ കൂടി അടിയന് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഉപാസിക്കാം. അവിടുന്ന് അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് ഗുരുവായൂരപ്പൻ വീണ്ടും വീണ്ടും മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ശ്രവണ കീർത്തനാദികൾക്ക് ആസ്പദമായിരിക്കേണ്ടത് ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് ആ ദ്വിതീയ സ്കന്ധത്തിൽ. അപ്പോൾ ആ ഒരു സാരം തന്നെയാണ് ഇവിടെയും മേൽപ്പത്തൂര് പ്രതിപാദിക്കുന്നത്. യോഗേശ്വരന്മാർക്ക് അവരുടെ ആ ലിംഗ ശരീരത്തെ കൂടി ഉപേക്ഷിച്ചിട്ട് പരമപദത്തെ പ്രാപിക്കണു എന്ന് നേരത്തെ സൂചിപ്പിക്കണ്ടായി. ലിംഗമേവം അഭിസന്ധ്യജൻ എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കണ്ടായി. അപ്പം അങ്ങനെ ഈ യോഗീശ്വരന്മാർക്ക്, ഈ ഭക്തന്മാർക്ക് തൻ്റെ ലിംഗ ശരീരത്തെ കൂടി ഉപേക്ഷിച്ചിട്ട് ത്രൈലോക്യത്തിന് അഥവാ ആ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലും പുറത്തും യഥേഷ്ടം അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കണു എന്ന് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. യോഗേശ്വരാണാം ഗതി മുഹൂർത്താൽ ബഹിൽതു ലോകാ പരാനന്ദാച്യുതം എന്ന് ഇങ്ങനെ ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധത്തിൻ്റെ ചില ഭാഗത്ത് നമുക്ക് ആ പ്രത്യേകിച്ച് ബ്രഹ്മനാരദ സംവാദത്തിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. ആ സാരം തന്നെയാണ് മേൽപ്പത്തൂര് ഇവിടെയും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഈ ലിംഗശരീരത്തെ ഉപേക്ഷിച്ച് പരമപദത്തെ പ്രാപിക്കുന്ന, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്ന യോഗീശ്വരന്മാർ, ഭക്തന്മാർ അവിടുത്തെ കാരുണ്യം കൊണ്ട് യഥേഷ്ടം അവരുടെ ലിംഗശരീരത്തെ കൂടി ഉപേക്ഷിച്ചുകൊണ്ട് പരമപദത്തെ പ്രാപിക്കണു, ബ്രഹ്മലോകത്തെ പ്രാപിക്കണു, അവിടുത്തെ പാതാരവിന്ദങ്ങളെ പ്രാപിക്കണു. അവർക്ക് പുനരാവർത്തിയില്ല, മോക്ഷമാണ്. അങ്ങനെയുള്ള ആ യോഗീശ്വരന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണില്ലേ ഗുരുവായൂരപ്പ? അതേപോലെ ശ്രവണം, കീർത്തനം, സ്മരണം അല്ലെങ്കിൽ മനനം തുടങ്ങിയിട്ടുള്ള ഉപാധികളെ കൊണ്ട് അടിയൻ അവിടുത്തെ പാതാരവിന്ദങ്ങളെ സേവിച്ചോളാം, ഉപാസിച്ചോളാം, അടിയനെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം, 4-ാമത്തെ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നത്. ഇനി 5-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ ആ വിരാട് പുരുഷോൽപ്പത്തിയാണ് വർണ്ണിക്കുന്നത്. അത് നമുക്ക് നാളെ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.